ഫ്രണ്ട്സ് എല്ലാവർക്കും ജികെ വെൽഡാൻ PSCയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ, ഡിസംബർ 2020 അപ്പോൾ കേരള PSC നടത്താൻ പോകുന്ന ഡിസംബർ 2020ലേക്കുള്ള എക്സാം കലണ്ടർ സബ്മിറ്റിംഗ് ഫോർ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കേരള PSC പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ കുറെ പേര് ഇതിനകത്ത് ഈ ഒരു എക്സാം കലണ്ടറിൽ നമുക്ക് എന്താണ് 10th നിലവാരമുള്ള പ്രാഥമിക പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഒന്നും എക്സാമിന് കലണ്ടറിൽ തന്നിട്ടില്ല. അപ്പൊ കുറച്ച് പേര് സമാധാനപ്പെട്ടിരിക്കുമായിരിക്കും. അതോടൊപ്പം തന്നെ കുറച്ച് പേര് മെസ്സേജ് അയച്ചു, മിസ് എക്സാം ഉണ്ടാവില്ലേ, ഇങ്ങനെയാണ് സാധ്യതകൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്തുള്ള സാധ്യതകൾ പറയാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് സാധ്യതയാണ്, ഇത് തന്നെ നടക്കണമെന്നില്ല. അപ്പോൾ കുറെ പേര് ഇനി സമയം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് റെസ്റ്റ് എടുത്തിരിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവർ നിങ്ങൾ ദയവായി അങ്ങനെ ഒരു മടി പിടിച്ചിരിക്കാതെ, നിങ്ങൾക്ക് കിട്ടുന്ന സമയം വളരെ അമൂല്യമാണ് കേട്ടോ. നമുക്ക് 2 ഘട്ട പരീക്ഷകളുണ്ട്. സോ നല്ല പോലെ പ്രിപ്പയർ ചെയ്യുക. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനി മുതലാണെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ടൊരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി പഠിച്ചു തുടങ്ങാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും 1-ാം തീയതി മുതൽ, അതായത് ഡിസംബർ 1 മുതൽ ഡിസംബർ 16th വരെയുള്ള ഡേറ്റിന്റെ എക്സാം കലണ്ടർ ആണ് വന്നിട്ടുള്ളത്. 16-ാം തീയതി എന്ന് പറയുമ്പോൾ ആ ഒരു ഡിസംബർ മാസം കംപ്ലീറ്റ് ആവുന്നില്ല അല്ലെ, ഇനിയുണ്ട് 16 മുതൽ 31 വരെ നമുക്ക് ദിവസങ്ങളുണ്ട്. അപ്പോൾ there is a chance കേട്ടോ, നമ്മൾ ചാൻസ് ആണ് പറയുന്നത്, സാധ്യതകളാണ് പറയുന്നത്. കഴിഞ്ഞ തവണ കേരള PSC പരീക്ഷയെ കുറിച്ച് നമ്മുടെ ചെയർമാൻ പറഞ്ഞപ്പോൾ, ചെയർമാൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ ഡിസംബർ പകുതിയോട് കൂടിയിട്ട് നമുക്ക് LDCയുടെ എക്സാം നടത്താൻ അല്ലെങ്കിൽ പ്രാഥമിക പരീക്ഷ നടത്താൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്, അതിനുള്ള നടപടികൾ അദ്ദേഹം ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമിന്റെ സിലബസും ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു നിലവാരം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലെ. നമുക്ക് ആദ്യമേ പരീക്ഷയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ എക്സാം ആണ് നടത്തുന്നത് എന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു പറയാം. അപ്പൊ കാത്ത് ലാബ് ടെക്നീഷ്യൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ 1-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം മറ്റൊരു എക്സാം കൂടി ഉണ്ട്, ഒപ്റ്റോമെട്രിക്സ് അല്ലെ, ഗ്രേഡ് 2 നടക്കുന്നുണ്ട്. 2-ാം തീയതി ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സൈക്കോളജി എക്സാം നടക്കുന്നുണ്ട്. 4-ാം തീയതിയാണ് അടുത്തത് ലെക്ചർ ഗ്രേഡ് 1 റൂറൽ എഞ്ചിനീയറിംഗ്, റൂറൽ ഡെവലപ്മെന്റ് 4-ാം തീയതി നടക്കുന്നുണ്ട്. അതോടൊപ്പം അടുത്തത് വരുന്നത് 14-ാം തീയതിയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ജോഗ്രഫി. നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് എക്സാം ആണ് 16-ാം തീയതി നടക്കുന്നത്, അസിസ്റ്റന്റ് പ്രൊഫസർ സുവോളജി, ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാം ആണ്. അപ്പൊ നമുക്ക് 16-ാം തീയതി വരെയാണ് എക്സാമിന്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ 1 മുതൽ 16-ാം തീയതി വരെയുള്ള പരീക്ഷകളെ കുറിച്ച് PSC എക്സാം കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി 16 മുതൽ 31 വരെ പരിശോധിച്ചാൽ നമുക്കൊരു ചാൻസ് അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇനി അതുമല്ല എങ്കിൽ മാക്സിമം ജനുവരി കേട്ടോ, ജനുവരിയോട് കൂടിയിട്ട് എന്താണ്, നമുക്ക് പരീക്ഷാ സാധ്യതകൾ വളരെ കൂടുതലാണ്. എത്രയും പെട്ടെന്ന് തന്നെ PSC പരീക്ഷകളൊക്കെ നടത്താനാണ് ആലോചിക്കുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ ഇനി എന്താണ്, ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കാതെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഓരോ സബ്ജക്റ്റിനും ഓരോന്നിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അതോടൊപ്പം തന്നെ ഇനി എക്സാം എന്നുണ്ടാകും, എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പഠന രീതി ക്രമീകരിച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം എന്തൊക്കെയാണ് സിലബസിൽ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൂടി ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നിങ്ങൾ പ്രത്യേകത നൽകി പഠിക്കണം എന്നുള്ളത്. വരുന്ന ദിവസങ്ങളിൽ കേരള PSCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സൗജന്യ LDC സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മുൻ വർഷത്തെ ചോദ്യ പേപ്പർ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ട്, അതായത് സയൻസ് GK എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലും നല്ലത് നമുക്ക് 2-3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യനും അതിന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയായിട്ടും PSCക്ക് തയ്യാറെടുത്തിട്ടില്ല, എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ സൗജന്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ, വീട്ടിലിരുന്ന് തന്നെ നിങ്ങളൊരു കോച്ചിങ് സെന്ററിൽ പോയിട്ട് എങ്ങനെയാണ് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് അതേ അനുഭൂതി നൽകുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയുണ്ട്.
Unacademy ആണ്. ഇതുവരെയായിട്ടും Unacademy ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ കാണിക്കാം, അതിലൂടെ നിങ്ങൾ ചെയ്യാം. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് 100-ൽ പരം അധ്യാപകരാണ് Unacademyയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത്. ഇതെല്ലാം സൗജന്യമാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം, ആരും നിങ്ങളെ കമ്പൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നൊന്നും ഞാൻ നിങ്ങളെ കാണിക്കാം. ആദ്യമേ തന്നെ Unacademy ലേണിംഗ് ആപ്പ് എന്ന് പ്ലേ സ്റ്റോറിൽ പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ വരും, അത് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ Unacademyയുടെ ഹോം പേജിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മളുടെ ഫോൺ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു. ഇനി അതിനുശേഷം നിങ്ങളുടെ പേരും ഇമെയിൽ ID-യും കൊടുക്കുക, സ്റ്റേറ്റും കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP വന്നു. നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ Unacademy പേജിലേക്ക് പോയി അവിടെ സെർച്ച് ഗോളിൻ്റെ ഭാഗത്ത് ഒന്നല്ലെങ്കിൽ കേരള PSC എന്നോ അല്ലെങ്കിൽ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കേരള PSC എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കേരള PSC ആക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും കോൾ മാറി കിടക്കുമായിരിക്കും. ഇപ്പോൾ നമ്മൾ കേരള PSCയുടെ പേജിലേക്ക് വന്നു. ഇതൊക്കെ ലൈവ് ക്ലാസ്സുകളാണ്, സൗജന്യ ലൈവ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ കമൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ വെരിഫിക്കേഷൻ ചെയ്യാം കേട്ടോ, താഴെ കൊടുത്താൽ മതി. ഇമെയിൽ ID വെരിഫിക്കേഷൻ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൻ്റെ അവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഷ്ന ഷാജി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ വരും. അവിടെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാകും. ഇതെൻ്റെ ഫ്രീ ക്ലാസ്സാണ്. നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നത് ലൈവായിട്ടായിരിക്കും. താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ഡൗട്ട് ചോദിക്കാനും അതിനിടയ്ക്ക് എന്തൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പേജാണ് ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിന് ഇടയ്ക്ക് പറ്റുന്നത്. ലൈവ് ക്ലാസ്സിന് വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് റെക്കോർഡിംഗ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത് സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളാണ്, തികച്ചും ഫ്രീ ക്ലാസ്സുകളാണ്. ദെൻ കേരള PSCയിൽ ഈ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ദിവസവും ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഗേൾസിനും ബോയ്സും സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. അങ്ങനെയുള്ളവർക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. അതോടൊപ്പം ഡെയിലി ക്വിസ്, ഫ്രീ ക്വിസ്, നിങ്ങൾക്ക് മറ്റുള്ള ഉദ്യോഗാർത്ഥികളോട് കൂടി മത്സരിച്ച് നിങ്ങളുടെ റാങ്ക് അറിയാനൊക്കെ ഈ ആപ്ലിക്കേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് LDCക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ ക്ലാസ്സുകളും നിങ്ങൾക്ക് Unacademy ആപ്ലിക്കേഷൻ വഴി എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്താൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇനി എല്ലാവരും റെസ്റ്റ് എടുക്കാതെ നല്ല കഠിനമായിട്ട് തുടങ്ങിക്കൊള്ളുക. അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് ക്ലാസ്സിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.